ഇവിടെ നമ്മൾ വീണ്ടും നമ്മുടെ ഒരു യൂസറിന്റെ ഓപ്പറേറ്ററുടെ ലോഗിനിലേക്ക് വന്നു. ഓപ്പറേറ്ററോ എൻക്വയറി ഓഫീസറോ അല്ലെങ്കിൽ ആ റോളിൽ നമ്മൾ എത്ര പേരെയാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്, ആ മാപ്പ് ചെയ്തിരിക്കുന്ന ഏറ്റവും ഓപ്പറേറ്ററിലെ ലോഗിനിലാണെങ്കിൽ ഓപ്പറേറ്റർ ലോഗിനിൽ അതിലേക്ക് വന്നു. ഓപ്പറേറ്ററെയും വെരിഫയറേയും നിങ്ങൾ ഒരാൾ തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ആളുടെ ലോഗിനിൽ നിന്ന് നമുക്കത് ചെയ്യാവുന്നതാണ്. അവിടെ നമ്മൾ ബിസിനസ് ഫെസിലിറ്റേഷൻ എടുക്കുക. ഫെസിലിറ്റേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇഫ്റ്റിയോസ് ലൈസൻസ് പാസ് ഡാറ്റ എൻട്രി എന്നുള്ളത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈഗ്രേറ്റഡ് PD എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഈ മൈഗ്രേറ്റഡ് എന്നുള്ളതിൽ നമുക്ക് ഡാറ്റ ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അർബന് വേണ്ടിയായിരുന്നു മൈഗ്രേറ്റഡ് എന്നുള്ള ഓപ്ഷൻ കൊണ്ടുവന്നത്. മുനിസിപ്പാലിറ്റികളിൽ നേരത്തെ സഞ്ജയ ലൈസൻസ് എന്ന സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. അതിൽ ലൈസൻസ് ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ ലൈസൻസുകൾ നമ്മളിങ്ങനെ പോർട്ട് ചെയ്ത് കൊണ്ടിരുന്നതിന് വേണ്ടിയാണ് മൈഗ്രേറ്റഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഇട്ടിരുന്നത്. ഇവിടെ നമ്മൾ ഇത് ചെയ്തിടും, ആ ഡാറ്റ ഇവിടെ പോർട്ട് ചെയ്തിടും. അവരെന്ത് ചെയ്യണം, ഈ ഡീറ്റെയിൽസ് എടുത്തിട്ട് ആ ബിൽഡിങ്ങിന്റെ പുതിയ നമ്പർ, അതുപോലെ ബിസിനസ് ടൈപ്പ് നമ്മൾ നിലവിലുള്ള സഞ്ജയിൽ നിന്ന് വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കോമൺ ആയിട്ടുള്ള ബിസിനസ് ടൈപ്പ് എടുത്തിട്ട് എന്ത് ബിസിനസ്സാണ് അവർ നടത്തുന്നത് എന്നുള്ളത് അതും തെരഞ്ഞെടുത്ത് ഇവിടെ നൽകണം. ഇങ്ങനെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ മൈഗ്രേറ്റ് ചെയ്തൊരു ഡാറ്റ കൊണ്ടുവരാൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ PD എന്ന ഓപ്ഷനിൽ എടുത്താൽ മതി. നമുക്ക് മൈഗ്രേറ്റഡ് ഡാറ്റ ഒന്നും ഉണ്ടാവില്ല. PDയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഇത്രയും സ്റ്റാറ്റസ് കാണാം. നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തതിന്റെ പെൻഡിങ് ഫോർ അപ്രൂവൽ, അപ്രൂവ്ഡ് എന്നുള്ളത് കാണാം. ഇവിടെ നമുക്ക് ഏതൊക്കെ സീറ്റിലുകളിലാണ് ഈ പറയുന്ന നമ്മൾ ചെയ്തിരിക്കുന്ന PD എൻട്രി ഉള്ളത് എന്നും കാണാൻ കഴിയും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് പാസ് ഡാറ്റ എൻട്രി ചെയ്യുന്നതാണ്. പാസ് ഡാറ്റ എൻട്രി ചെയ്യുന്നതിൽ നമ്മളിവിടെ പാസ് ഡാറ്റ എൻട്രി എന്ന് എടുക്കുക. ഇവിടെ നമ്മൾ ഏതാണോ യൂസർ എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക. വെരിഫൈഡ് ആണോ ഓപ്പറേറ്റർ ആണോ? വെരിഫയർ ആണെങ്കിൽ ഓപ്പറേറ്റർ അദ്ദേഹത്തിന്റെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ PD എന്നുള്ളത് കാണാം. ഇനി അപ്രൂവർ ലോഗിലാണെങ്കിൽ അത് അപ്രൂവ് എന്നുള്ള ഓപ്ഷൻ മാത്രം അവിടെ എനേബിൾ ആവുള്ളൂ. വെരിഫയർ ലോഗിലാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ആപ്ലിക്കേഷൻ വ്യൂ ചെയ്ത് വെരിഫൈ ചെയ്യുകയും ചെയ്യാം. ഇത് നിങ്ങൾ ആരെയാണ് മാപ്പ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് അവിടെ ലഭ്യമാവും. ഇനി നമുക്കിവിടെ ഒരു പുതിയ ഒരു എൻട്രി എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് എൻട്രികൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതെല്ലാം ഇനിഷ്യേറ്റഡ് ആണ്. ഇനി അവിടെ തന്നെ നമ്മൾ സ്റ്റാറ്റസ് മാറ്റി കഴിഞ്ഞാൽ അപ്രൂവ്ഡ് എത്രയുണ്ടെന്ന് കാണാൻ കഴിയും, റിട്ടേൺഡ് എത്രയുണ്ടെന്ന് കാണാൻ കഴിയും. അതായത് നമ്മൾ ഓപ്പറേറ്റർ ഇവിടുന്ന് പാസ് ഡാറ്റ എൻട്രി ചെയ്തു, അപ്രൂവർക്ക് നൽകി, അപ്രൂവർ അത് റിട്ടേൺ ചെയ്തു. ആ റിട്ടേൺ ചെയ്ത ഫയലുകൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വരും. അതിൽ വ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡാറ്റയുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വ്യൂ ചെയ്ത് കാണാൻ കഴിയും. അതിൻ്റെ എന്താണ് കറക്ഷൻ വരുത്തേണ്ടത്, ആ കറക്ഷനും വരുത്താൻ കഴിയും. നമ്മളിവിടെ ഓപ്പറേറ്റർ ഇത് ചെയ്യുന്നു, ക്രിയേറ്റ് ന്യൂ PD കൊടുക്കുന്നു. നമ്മളൊരു ലൈസൻസ് നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ILGMS മുഖാന്തരം കൊടുത്തിരുന്ന ഒരു ലൈസൻസ് ഉണ്ട്. ആ ലൈസൻസിന്റെ വിവരങ്ങൾ എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഇത് എടുക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇടുന്നത് നമ്മൾ ഈ ആപ്ലിക്കേഷനെ നമ്മളൊരു റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിലവിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ലൈസൻസിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുക ആദ്യം ആപ്ലിക്കന്റിന്റെ വിവരങ്ങളായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, എവിടെയാണ് ബിസിനസ് നടത്തുക, ഏത് തരം ബിസിനസ് ആണ് എന്നുള്ള വിവരങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ നേരെ തിരിച്ചാണ് ചെയ്തിരിക്കുന്നത്. പ്ലേസ് ഓഫ് ആക്ടിവിറ്റി, ഏത് സ്ഥലത്താണ് നമ്മൾ ഈ ബിസിനസ് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഷോപ്പ് ആരംഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത്. അത് എന്തിനാണ് ആദ്യം ചോദിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് ഏത് തരം ബിസിനസ് എന്നുള്ളത്. ആദ്യം ഏത് സ്ഥലമാണെന്ന് തിരഞ്ഞെടുക്കും. അദ്ദേഹത്തിന് അത് ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിംഗ് തിരഞ്ഞെടുക്കാം, ലാൻഡ് ആണെങ്കിൽ ലാൻഡ് തിരഞ്ഞെടുക്കാം. എന്നാൽ ഏത് സ്ഥലമാണെന്നുള്ളതുണ്ടാവും. അത് കഴിഞ്ഞ് അവിടെ എന്ത് ആക്ടിവിറ്റിയാണ് നടക്കുന്നത് എന്നുള്ളതുണ്ടാവും. ആ ആക്ടിവിറ്റി ഈ പറഞ്ഞ സ്ഥലത്ത് നടത്താൻ കഴിയില്ല എങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും, അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ മാത്രം അദ്ദേഹത്തിന് എന്ത് ചെയ്താൽ മതി, ആപ്ലിക്കന്റ് വിവരങ്ങളിലേക്ക് പോയാൽ മതി. അപ്പം ഒരു സിറ്റിസന് ഒരു ബിസിനസ് ഒരു ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ മിനിമം വിവരങ്ങളിൽ തന്നെ നമ്മളത് അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ രീതിയിൽ റീസ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അത് നമുക്കൊരു ന്യൂ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാം. ഇപ്പം നമ്മൾ പ്ലേസ് ഓഫ് ആക്ടിവിറ്റി എടുക്കും, നമ്മൾ പാസ് ഡാറ്റ എൻട്രി എടുക്കുന്നു. നമുക്കിവിടെ ബിൽഡിംഗ് മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് അതിവിടെ സെലക്ട് ചെയ്യുക, മെയിൻ ഓഫീസ് സെലക്ട് ചെയ്യുക, വാർഡ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. പ്ലേസ് ഓഫ് സ്ട്രക്ചർ എന്നുള്ളത് 2 ടൈപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, ലാൻഡ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിൽ ബിൽഡിംഗ് തിരഞ്ഞെടുക്കുന്നു. ഒരു ബിൽഡിംഗ് നമ്പർ എൻട്രി ചെയ്യുക, സബ് നമ്പർ എൻട്രി ചെയ്യുക. ബിൽഡിംഗ് നമ്പർ സെർച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഡീറ്റെയിൽസ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു സ്ക്രീൻ നിങ്ങൾക്ക് ലഭ്യമാകും. ആ ലഭ്യമാകുന്ന സ്ക്രീനിൽ ഇത്രയും വിവരങ്ങളായിരിക്കും കാണിക്കുക. അതിന്റെ ഡോർ നമ്പർ കാണിക്കും, ബിൽഡിംഗ് ഓണറുടെ നെയിം കാണിക്കും, അതിന്റെ യൂസേജ് ടൈപ്പ് ഏതാണെന്ന് കാണിക്കും. റെസിഡൻഷ്യൽ ഉണ്ടാവും, റെസിഡൻഷ്യൽ എന്നാണ്. ഇവിടെ അതിന്റെ സബ് യൂസേജ് ഹൗസസ് എന്നാണ്. ആ ബിൽഡിങ്ങിന്റെ ഏരിയ എത്രയുണ്ടെന്നുള്ളത് ഉണ്ട്. ബിൽഡിംഗ് ടാക്സ് ഏതെങ്കിലും ഡ്യൂ ഉണ്ടെങ്കിൽ ആ ഡ്യൂ ഉള്ള ബിൽഡിംഗ് ടാക്സും നമ്മളിവിടെ കാണിക്കും. ഇനി നമ്മളിവിടെ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു സംശയം ഇതായിരിക്കും, റെസിഡൻഷ്യൽ എന്നാണ് ഇവിടെ യൂസേജ് ഓഫ് ബിൽഡിംഗ് കാണിച്ചിരിക്കുന്നത്.
എന്നിട്ട് അതിന്റെ സബ് യൂസേജ് ഹൗസസ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ റെസിഡൻഷ്യൽ ഓക്യുപ്പൻസിയിലുള്ളത് ലൈസൻസ് നൽകാമോ എന്നുള്ളതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഏതൊക്കെ ആക്ടിവിറ്റിക്ക് ലൈസൻസ് നൽകാം എന്നുള്ളതിൽ നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇനി നിങ്ങളൊരു ലൈസൻസ് ഇതുവരെ, അതായത് കെ-സ്മാർട്ട് വരുന്നതിന് മുമ്പ് വരെ നിങ്ങളൊരു ലൈസൻസ് അനുവദിച്ചതാണെങ്കിൽ നിങ്ങൾ ആ ലൈസൻസിനെ റെസിഡൻഷ്യൽ യൂസേജ് ടൈപ്പ് റെസിഡൻഷ്യൽ ആണ് കാണുന്നതെങ്കിലും നിങ്ങൾ ആ ലൈസൻസ് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് അദ്ദേഹത്തിന് ലൈസൻസ് റിന്യൂ ചെയ്യാൻ അനുവദിക്കണം. നമ്മൾ ഈ എൻ്റർ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽസ്, അതായത് ഇതിപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലാണ് ഈ 1-2 എന്നുള്ള ലൈസൻസ് നമ്മൾ കൊടുത്തത് റെസിഡൻഷ്യൽ എന്നാണെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തിട്ട് റവന്യൂ സെക്ഷൻ മുഖാന്തരം ഇത് റവന്യൂ സെക്ഷനിലേക്ക്, റവന്യൂ സെക്ഷൻ എന്നത് നിങ്ങൾ പ്രോപ്പർട്ടി ടാക്സ് കൈകാര്യം ചെയ്യുന്ന സെക്ഷനിലേക്ക് അത് റിപ്പോർട്ട് ചെയ്യുകയും അവിടുന്ന് ഇതിന്റെ ഓക്യുപ്പൻസി യൂസേജ് ടൈപ്പ് മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും നമ്മൾ ഈ യൂസേജ് ടൈപ്പ് ഇപ്പോൾ ഇതിന്റെ അത് റെസിഡൻഷ്യൽ എന്ന് കണ്ടു, അല്ലെങ്കിൽ മറ്റൊരു യൂസേജ് ടൈപ്പ് കണ്ടു എന്നതുകൊണ്ട് നിങ്ങൾ ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുക്കാതെ ഇരിക്കുകയോ ചെയ്യരുത്. കാരണം അദ്ദേഹത്തിന് നാളെ ഇതുവരെ നമ്മൾ ആ ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുത്തതാണ്. ഇദ്ദേഹം അത് നാളെ ഒരു കോടതിയിൽ ഒരു കേസോ എന്തെങ്കിലുമായി പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് അത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ യൂസേജ് ടൈപ്പ് മാറ്റുന്നതിന് പ്രോപ്പർട്ടി ടാക്സ് റൂൾസ് പ്രകാരം നടപടി സ്വീകരിക്കുക. നടപടി സ്വീകരിച്ചിട്ട് ഇനി ഒരു കാരണവശാലും അത് ആ ഒരു കൊമേഴ്ഷ്യൽ ഓക്യുപ്പൻസിയിലേക്ക് മാറ്റാൻ കഴിയുന്നതല്ല എങ്കിൽ നമ്മുടെ ലൈസൻസ് റൂൾ പ്രകാരം അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് റൂൾ പ്രകാരം അതിന് അൺഓതറൈസ്ഡ് ആയിട്ട് മാർക്ക് ചെയ്ത് അവിടെയുള്ള ആക്ടിവിറ്റി ലൈസൻസ് സ്ഥാപനം നിർത്തുന്നതിന് ഉള്ള നോട്ടീസ് നൽകി മാത്രമാണ് നമ്മളതിനെ അവസാനിപ്പിക്കാൻ പാടുള്ളൂ. അതിന്റെ നടപടിക്രമം നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതായിരിക്കും. അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കണം, അദ്ദേഹത്തിന് ബോധിപ്പിക്കാനുള്ളത് കേൾക്കണം. അതിന്റെ നടപടി റൂൾസ് പ്രകാരമുള്ള നടപടിക്രമങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ നമ്മൾ ഇപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് കണ്ടതെന്ന് എന്നതുകൊണ്ട് മാത്രം നമ്മൾ അതിനെ ഒരു കാരണവശാലും ലൈസൻസ് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതിന് നമ്മൾ പ്രോപ്പർട്ടി ടാക്സ് റൂൾസ് പ്രകാരം ഞാൻ പറഞ്ഞ പോലെയുള്ള നടപടി സ്വീകരിക്കുക. റിന്യൂ ചെയ്യാനുള്ളത് ഇത്തരത്തിൽ. എന്നാൽ നേരെ തിരിച്ച് നിങ്ങൾക്ക് ഒരു ന്യൂ ലൈസൻസിനുള്ള അപേക്ഷ വരുമ്പോഴാണ് ഇങ്ങനെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ആപ്ലിക്കേഷൻ റിട്ടേൺ നൽകി അദ്ദേഹത്തോട് അത് കറക്റ്റ് ചെയ്തിട്ട് വരാൻ പറയുക. അപ്പൊ നമ്മളിവിടെ ബിൽഡിംഗ് ആഡ് ചെയ്തു, ഒരു ബിൽഡിംഗ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ബിൽഡിംഗിന്റെ ഡീറ്റെയിൽസ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് കാണാം. ഇനി ആ ബിൽഡിംഗ് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് നമുക്ക് റിമൂവ് ചെയ്യുകയും ചെയ്യാം. ഇനി പുതിയതായിട്ട് ഒരു ബിൽഡിങ്ങും കൂടെ നിങ്ങൾക്ക് നമ്മൾ എത്ര നമ്പറിനാണ് ലൈസൻസ് കൊടുത്തത് അത്രയും നമ്പറുകളെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ലിമിറ്റ് ഇല്ല, എത്ര നമ്പർ വേണേലും ആഡ് ചെയ്യാം. ഇവിടെ ഈ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ടതായ കാര്യമില്ല. ഇവിടെ നമ്മൾ കുറച്ച് ഡേറ്റ ഉണ്ട്, കുറച്ച് ഡേറ്റ ഇല്ല. ഇപ്പം ലൊക്കാലിറ്റി, സ്ട്രീറ്റ്, ഈ ഡേറ്റ ഇല്ല. എന്നാൽ ലാൻഡ്മാർക്ക്, പിൻകോഡ്, പോസ്റ്റ് ഓഫീസ്, ബിൽഡിംഗ് നെയിം ഇതെല്ലാം ഇവിടെ അവൈലബിൾ ഉണ്ട്. ഈ ഡേറ്റ എല്ലാം നമ്മൾ പ്രോപ്പർട്ടി ടാക്സിൽ നിന്ന് ഓട്ടോഫിൽ ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് മറ്റ് ഈ ലൊക്കാലിറ്റി, സ്ട്രീറ്റ് എന്നീ ഡേറ്റ ഇവിടെ കിട്ടാത്തത് നമ്മൾ പ്രോപ്പർട്ടി ടാക്സ് സഞ്ചയം ചെയ്തിരുന്നത് പഴയ ഒരു ഡേറ്റ സ്ട്രക്ചറിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഡേറ്റ ഇവിടെ കിട്ടാത്തത്. അപ്പം നമ്മൾ പുതിയ ബിൽഡിങ്ങിൽ വരുമ്പം ഇതേ സ്ട്രക്ചറിലായിരിക്കും അവിടെ ഡേറ്റ എടുക്കുക. അപ്പോൾ ഈ ഡേറ്റ എല്ലാം നമുക്ക് ഇവിടെ ഓട്ടോഫിൽ ചെയ്ത് വരും. ഇപ്പോൾ നമുക്ക് ഇത്രയും അവൈലബിൾ ആയ ഡേറ്റ മാത്രം നമ്മളോട് ഇത് കൊടുക്കുന്നു. ഈ അഡീഷണൽ ഡേറ്റ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് അതെല്ലാം ചെയ്ത് നൽകണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അവൈലബിൾ ആയ ഡേറ്റ വെച്ചിട്ട് അത് പ്രൊസീഡ് ചെയ്യുക. പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജിലേക്ക് പോയി ഈ വിഷയം നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടതാണ്. ബിസിനസ് സെക്ടർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിലവിൽ നമ്മൾ മാനുഫാക്ചറിങ്, സർവീസ് എന്നുള്ളതാണ് നമ്മുടെ റൂളിൽ 2 സെക്ടറായിട്ട് തിരിച്ചിട്ടുള്ളത്. ആ സെക്ടറിന് രണ്ടും നമുക്ക് ഒരേ സമയത്ത് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. നിലവിൽ അത് തിരഞ്ഞെടുക്കാൻ കഴിയാത്തതിന്റെ കാരണം 2 സെക്ടറിലും 2 ടൈപ്പ് ഫീസ് ആണെന്ന് നിങ്ങൾക്കറിയാം. 2 സ്ലാബാണ്. ആ സ്ലാബ് ഒരു കാര്യം, ഒരു ആപ്ലിക്കന്റ് 2 ഫീസ് അടയ്ക്കേണ്ട, ഒരു ലൈസൻസിന് തന്നെ 2 ഫീസ് അടയ്ക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിൽ അത് നൽകാതിരുന്നത്. അത് നമ്മൾ ഗവൺമെന്റിന്റെ പരിഗണനയിലേക്ക് കൊടുത്തിട്ടുള്ളതാണ് റൂളിന്റെ ഭേദഗതി വരുത്തുക എന്നുള്ളത്. അത് ഗവൺമെന്റിൽ നിന്ന് ഇങ്ങനെ ഒരു വിഷയം ഉള്ളതിൽ നിർദ്ദേശം കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ ഇത് രണ്ടും അവൈലബിൾ ആക്കണമെങ്കിൽ അവൈലബിൾ ആക്കും. ഇല്ലെങ്കിൽ അത് 2 ഫീസ് മേടിക്കാവുന്നതാണെന്ന് അതേ നിർദ്ദേശം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യും. അത് ഉടനെ തന്നെ നമ്മൾ ഇത് വരുന്നതാണ്. തൽക്കാലം നമ്മൾ ഇതുവരെ നമ്മൾ ഏതാണോ മെയിൻ ആയിട്ട് അവിടെ നടക്കുന്ന ഒരു ബിസിനസ്, അത് മാനുഫാക്ചറിങ് ആണെങ്കിൽ ആ മാനുഫാക്ചറിങ് എന്നുള്ളത് യൂണിറ്റ് എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്യുക. ഇനി സർവീസ് ആണെങ്കിൽ അതും സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ സർവീസിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ സർവീസിന് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു 1700ഓളം ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിനെ ഇങ്ങനെ ഓരോന്നും വ്യത്യസ്തമായ ഗ്രൂപ്പുകളായി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രേഡ്, സെല്ലിംഗ്, ഷോപ്സ്, എസ്റ്റാബ്ലിഷ്മെന്റ്, സ്റ്റോറേജ് പ്ലേസ് ഓർ ഗോഡൌൺ, ഓഫീസ് ആൻഡ് അതർ സർവീസസ്, ഫുഡ്, അക്കോമഡേഷൻ, ഹോസ്പിറ്റാലിറ്റി, എന്റർടൈൻമെന്റ് സർവീസസ്, എസ്റ്റാബ്ലിഷ്മെന്റ്, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഓരോ ബിസിനസ് ഐറ്റവും തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ വ്യത്യസ്തമായ ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട്.
നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ബിസിനസ് ഐറ്റം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിലവിൽ നിങ്ങൾ ലൈസൻസ് കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇത് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിനോ അങ്ങനെ മറ്റെന്തെങ്കിലും ഒരു ഇത് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അവര് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കന്റ് റിക്വയർമെന്റ് ചിലപ്പോൾ പറയുന്നത് അയാൾ ഓൺലൈൻ സ്ഥാപനം നടത്തുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ലേണിംഗ് വെബ്സൈറ്റ്, ലേണിംഗ് ആപ്പ്, അങ്ങനെയാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. അപ്പം അവിടെ എന്ത് പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ളതിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ലൈസൻസ് കൊടുക്കുക. അവർ പറയുന്ന പോലെ തന്നെ, അതായത് നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നാണ് പഴയ ഷെഡ്യൂളിലുള്ളതെങ്കിൽ ആ ഓൺലൈൻ സർവീസസ് എന്നാണ് പഴയ ഷെഡ്യൂളിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാനില്ല. അതിന്റെ നമ്മൾ നേരെ തിരിച്ച് ഓൺലൈൻ സർവീസസ് എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് എന്നുള്ളത് കൊടുത്തത്. ഓൺലൈൻ സർവീസസ് പലതും ഉണ്ടാകാം. എന്തുണ്ടാകും, ഒന്നെങ്കിൽ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിരിക്കാം, അതെല്ലാം ഓൺലൈൻ സർവീസസ് തന്നെയാണ്. അതുകൊണ്ട് നമ്മളതിനെ ഇങ്ങനെ സെപ്പറേറ്റ്. അപ്പം ഈ ലോജിക്കിലാണ് നിങ്ങൾ ഒരു ബിസിനസ് സെലക്ട് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത്. സിറ്റിസൺ വന്നു കഴിയുമ്പോൾ നിങ്ങളത് കൊടുക്കണം. അത് നമ്മുടെ റൂളിൽ നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ അതിൽ കൂടുതൽ നിലവിൽ റൂളിൽ ഉണ്ടായിരുന്ന പട്ടികയിൽ കൂടുതലുള്ള ഐറ്റംസ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളതൊരു തെറ്റായ കീഴ്വഴക്കത്തിന്റെ വെറുതെ അവർ പറയുന്നത് എന്താണോ അത് ചേർത്ത് കൊടുത്തു പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഇതുണ്ടാകുന്നത്. അത് നമ്മൾ പബ്ലിക് ആരെങ്കിലും അങ്ങനെ ഒരു തടസ്സം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുത്താൽ മതി. എന്താണ് അവിടെ നടക്കുന്ന ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റിനെ ആയിരിക്കും നമ്മളിവിടെ എടുക്കുക. അതിനനുസരിച്ച് ഇവിടെ ബിസിനസ് ടൈപ്പ് തിരഞ്ഞെടുക്കുക. അതിന് താഴെ ബിസിനസ് സബ് ടൈപ്പ് ഇവിടെയുണ്ട്. ഈ ബിസിനസ് ടൈപ്പും സബ് ടൈപ്പ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഈ ബിസിനസ് ടൈപ്പ്, ബിസിനസ് കാറ്റഗറി ടൈപ്പും നിങ്ങൾക്ക് വേറെ ഒന്ന് തന്നെ എടുത്തിട്ട് ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ചേർക്കാൻ കഴിയാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ പറയുന്ന സർവീസ് മാനുഫാക്ചറിങ്ങും ഒന്നിച്ചെടുക്കാൻ കഴിയില്ല. അത് വ്യത്യസ്തമായ ഇതിലുള്ളത് ഒന്നിച്ച് ആഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മൾ എത്ര ബിസിനസ് ഐറ്റം ഉണ്ടോ അത്രയും ബിസിനസ് ഐറ്റം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇനി ഇതിൽ തന്നെ നമ്മളത് ഇച്ചിരി കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ക്വിക്ക് സെർച്ചിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്നു. ഇവിടെ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, മെഡിക്കൽ സർവീസുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ മെഡിക്കൽ സർവീസ് എന്ന് കൊടുത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ ഐറ്റംസുകളും ഇവിടെ ലഭ്യമാവും. ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നുള്ളത് എടുത്തു, ആഡ് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കുക ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് എന്നുള്ളത് സ്ഥാപനം എന്ന് ആരംഭിച്ചു എന്നുള്ളതാണ്. അത് നമ്മുടെ കയ്യിൽ ലഭ്യമാണെങ്കിൽ മാത്രം കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കേണ്ടതില്ല. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് മാൻഡേറ്ററി ആയിട്ടും നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇവിടെ ഡിസൈഡ് പീരീഡ് ഓഫ് ലൈസൻസ് എന്നുള്ളത് നമ്മൾ അപ് ടു 1 ഇയർ അത് ഡീഫാൾട്ട് ആയിട്ട് കിടക്കുകയാണ്. അതിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ കഴിയില്ല. പക്ഷെ അത് നമ്മുടെ റൂള് പ്രകാരം 232 നമ്മുടെ പഞ്ചായത്ത് രാജ് റൂള് പ്രകാരമുള്ള ആണ് നമ്മളത് ചെയ്തിരുന്നത്. അപ്പം അത് ഒരു പുതിയ റിക്വയർമെന്റ് വന്നിട്ടുണ്ട്. 5 വർഷം വരെ കൊടുത്ത പഞ്ചായത്തുകളുണ്ട്. അത് ഫാക്ടറീസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് മാത്രമായിരുന്നു 5 വർഷം വരെ ലൈസൻസ് കൊടുക്കാവുന്നത്. അതും 233 പ്രകാരം അനുവദിക്കുന്ന ഒരു ലൈസൻസിനാണ് നമുക്ക് കൊടുക്കാമായിരുന്നത്. അപ്പൊ നമ്മളത് നേരെ തിരിച്ച് അല്ലാതെ ഇത് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അപ് ടു 5 ഇയേഴ്സ് എന്നുള്ളത് നമ്മളത് ചേഞ്ച് ചെയ്ത് വരുന്നതാണ്. അത് നമുക്ക് പാസ് ഡേറ്റ് എൻട്രിയിൽ നമ്മളത് പരിഗണിക്കേണ്ടതില്ല. അത് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്തിലേക്ക് വരും. സിറ്റിസന് മാത്രമാണ് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പം ആ സിറ്റിസൺ അന്നേരം തിരഞ്ഞെടുക്കുക. അത് നമ്മളൊരു ഈ ആഴ്ച അവസാനത്തോടു കൂടി നമ്മളത് അപ്ഡേറ്റ് ചെയ്യും. അതുകൊണ്ട് പഞ്ചായത്തിലെ നമ്മൾ പൊതുവായ ആവശ്യപ്രകാരം നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥർ തീരുമാനം എടുത്ത പ്രകാരം നമ്മളത് അവൈലബിൾ ആക്കി തരുന്നതാണ്. അപ്പൊ നമ്മളിവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് കൊടുക്കുക. നമ്പർ ഓഫ് എംപ്ലോയീസ് എന്നുള്ളതും നമുക്കിവിടെ കൊടുക്കേണ്ടതില്ല, കാരണം നമുക്കത് അറിയില്ല. പിന്നെ ഡീറ്റെയിൽസ് ഓഫ് ലൈസൻസിങ് യൂണിറ്റ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. അതിന്റെ അത് ഇൻഡിവിജ്വൽ ആണോ, ജോയിന്റ് ഓർ പാർട്ണർഷിപ്പ് ആണോ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ എന്നുള്ളതുണ്ട്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിയുടെ പേരിൽ നൽകിയിരിക്കുന്നതാണെങ്കിൽ അതെല്ലാം ഇൻഡിവിജ്വലി നൽകുക. ജോയിന്റ് ഓർ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൾട്ടിപ്പിൾ ആയ ആളുകൾ, ഒന്നിലധികം ആളുകളുടെ പേരിലുള്ള ഒരു പങ്കാളിത്തത്തിലുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ ഒന്നിലധികം ആപ്ലിക്കന്റിന്റെ പേര് നമ്മുടെ നിലവിലെ ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൽ ജോയിന്റ് ഓർ പാർട്ണർഷിപ്പിൽ എടുക്കുക. ഈ ജോയിന്റ് ഓർ പാർട്ണർഷിപ്പിൽ എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഒന്നിലധികം ലൈസൻസിയുടെ വിവരങ്ങൾ ചേർക്കാൻ കഴിയുള്ളൂ. ഇൻഡിവിജ്വൽ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒന്നിലധികം ആളുകളുടെ ചേർക്കാൻ കഴിയില്ല. ഇനി അടുത്തത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് കൊണ്ട് അത് എപ്പോഴും ഒരു സ്ഥാപനത്തിന്റെ അതോറിറ്റിക്കാണ് ലൈസൻസ് കൊടുക്കുന്നെങ്കിൽ, അതായത് ഒരു മാനേജിംഗ് ഡയറക്ടർ അല്ലെ മാനേജർ, അങ്ങനെ ഏതെങ്കിലും ഒരു ഡെസിഗ്നേഷനിലുള്ള ആൾക്കാണ് ലൈസൻസ് കൊടുക്കുന്നതെങ്കിലാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടത്. നമ്മളിവിടെ ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട്
നമ്മളിവിടെ ലൈസൻസ് യൂണിറ്റിന്റെ പേര് ഇംഗ്ലീഷ് ഉള്ളത് മാത്രമാണ് നമുക്കിവിടെ മാൻഡേറ്ററി ആയിട്ടുള്ളത്. ആ പേരെന്താണോ പേര് ഇംഗ്ലീഷ് മാത്രം നമ്മൾ നൽകുക. ലൈസൻസ് വാലിഡിറ്റി പീരീഡ്, പ്രീവിയസ് ലൈസൻസ് വാലിഡിറ്റി പീരീഡ് നമ്മളിവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. അതായത് ഇപ്പോൾ നമ്മൾ നൽകുകയാണെങ്കിൽ നമ്മൾ 24, 25 ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലൈസൻസിന്റെ വാലിഡിറ്റി പീരീഡ് ആണ് കൊടുക്കേണ്ടത്. ഇനി അതിന് മുമ്പുള്ളതാണെങ്കിലും നമ്മൾ കൊടുക്കണം. ഏതാണോ ലൈസൻസ് നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് അനുവദിച്ചിട്ടുള്ളത് ആ അനുവദിച്ചിട്ടുള്ള ലൈസൻസിന്റെ വാലിഡിറ്റി പീരീഡ് ആണ് നമ്മളിവിടെ നൽകേണ്ടത്. ഇത് ശ്രദ്ധിക്കണം, ഇത് പലപ്പോഴും ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നതാണ്. അതായത് നമ്മുടെ കൈവശം നമ്മൾ നമ്മുടെ ലൈസൻസ് രജിസ്റ്റർ ഉണ്ട്, ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ലൈസൻസ് ഇഷ്യൂ ചെയ്ത് 23, 24 23, 24 ലൈസൻസ് കഴിഞ്ഞിട്ട് 24, 25 ലൈസൻസ് അദ്ദേഹം പുതുക്കിയിട്ടില്ല. എന്നിരുന്നാൽ 23, 20 ലാസ്റ്റ് അദ്ദേഹം പുതുക്കിയത് 23, 24 ആണെങ്കിൽ ആ ലൈസൻസിന്റെ ആ ഇഷ്യൂ ചെയ്ത ലൈസൻസിന്റെ വാലിഡിറ്റി ആണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. ഇവിടെ ആ ലൈസൻസിന് അടച്ച ഫീസിന്റെ റെസിപ്റ്റ് ഡേറ്റും ലൈസൻസ് ഫീസും റെസിപ്റ്റ് നമ്പറും ഇവിടെ ചേർക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ ആരാണോ ഈ പറയുന്ന ഇത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പേര്, ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന സജിത് കുമാർ എന്ന് പറഞ്ഞാൽ ആളുടെ പേരിലാണ്, അദ്ദേഹത്തിന്റെ പേര് ഇവിടെ വരും. ഈ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ മറ്റേ ശരിയാണെന്നുള്ള ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷൻ എഗ്രി ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. നമ്മൾ ഡീറ്റെയിൽസ് ഓഫ് ആപ്ലിക്കന്റ് ഡീറ്റെയിൽസിലേക്ക് എത്തി. ആപ്ലിക്കന്റ് ഡീറ്റെയിൽസിൽ ഇവിടെ ആഡ് മോർ എന്നുള്ളതിൽ തിരഞ്ഞെടുക്കുക. ഇദ്ദേഹത്തിന്റെ ഈ വിവരങ്ങൾ ഒന്നും, ഇതിലുള്ള വിവരങ്ങളൊന്നും നമ്മുടെ അടുത്ത് ലഭ്യമല്ല. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ പേര് മാത്രമാണ് ഇവിടെ ചേർക്കേണ്ടതുള്ളത്. പേര് ചേർക്കുക, മറ്റ് വിവരങ്ങളൊന്നും നമ്മൾ ചേർക്കണ്ട. ഇനി ഇവിടെ ഞാനിപ്പം ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ പലപ്പോഴും ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അപ്പൊ ഈ ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ അല്ല എങ്കിൽ നമ്മൾ കൊടുക്കണ്ട. ഇനി ആർക്കെങ്കിലും ഇത് മുഴുവൻ നൽകാൻ കഴിയുമെങ്കിൽ ചെയ്തതിനും പ്രശ്നമില്ല. ആപ്ലിക്കന്റ് ഡീറ്റെയിൽസും സേവ് ചെയ്യുക. അപ്പം നിങ്ങൾ ഇത് ഇത്രയും ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുന്നതിൽ നിങ്ങൾ പ്രൊസീഡ് കൊടുക്കുമ്പോൾ ഇവിടെ ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് കാണിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്, എന്താണ് ബിസിനസ് തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ ഡീറ്റെയിൽസ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ മെഡിക്കൽ സർവീസിൽ ഹോസ്പിറ്റലാണ് തിരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഇത് കാണിച്ചത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ്, ഡോട്ടർ രജിസ്ട്രേഷൻ, ഹരിതകർമ്മസേന അഫിലിയേഷൻ, മോട്ടോർ ഇൻസ്പെക്ഷൻ പെർമിറ്റ് ഉണ്ട്, ആയുഷ് മാനുഫാക്ചറിംഗ് ലൈസൻസ്, അങ്ങനെയുള്ള വ്യത്യസ്തമായ ഈ പറയുന്ന DMO സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നമ്മൾ ഇമേജ് അഫിലിയേഷൻ, ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ, ഇതെല്ലാം നമ്മൾ ഇവിടെ ഡോക്യുമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മാൻഡേറ്ററിയോ അങ്ങനെ ഒരു ഓപ്ഷൻ അല്ല, ഇത് നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. ഇവിടെ ആപ്ലിക്കന്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്യണം, അത് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നില്ല, അതുകൊണ്ട് നമ്മളത് ചെയ്യേണ്ടതില്ല. നമ്മൾ ഇത്രയും ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തിട്ട് ഫോർവേഡ് ചെയ്യുക, ഫയൽ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് മാപ്പ് ചെയ്തിരിക്കുന്നത് ആ മാപ്പ് ചെയ്തിരിക്കുന്നതിൽ അത് ലിസ്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ സർവീസിൽ എടുത്ത പോലെ തന്നെ അപ്രൂവറുടെ ലോഗിനിലാണ് സർവീസിൽ എടുത്ത പോലെ തന്നെ ഇപ്പൊ നമ്മളെടുത്ത് ബിസിനസ് ഫെസിലിറ്റേഷൻ എടുക്കുക. നമ്മളിത് ടെസ്റ്റിംഗിന് ഉപയോഗിക്കുന്ന ലോഗിനാണ്, അതുകൊണ്ട് ഈ ലോഗിനിൽ വ്യത്യസ്തമായിട്ട് ആൾ ഇത് മാപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ചെറിയ പ്രശ്നം ഉണ്ടാകുന്നത്. നിങ്ങൾ മാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല.
ഇനി ഇതിൽ നമ്മൾ ഇത്രയും ചെയ്തതിൽ പാസ്റ്റ് ഡേറ്റ എൻട്രി ചെയ്തതിൽ നിങ്ങൾക്ക് ഇതുവരെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അവസാനം ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന സെക്ഷൻ സമയത്ത് നമുക്കിത് ക്ലിയർ ചെയ്യാം. ഇവിടെ നമ്മൾ ഓപ്പറേറ്റർ വെരിഫയറിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ തന്നെ ബിസിനസ് ഫെസിലിറ്റേഷനിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്റ്റ് ഡേറ്റ എൻട്രി എന്നുള്ള കാർഡ് ഉണ്ടാവും, അതിൽ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. ഇത് വ്യൂ ചെയ്യും, ഒന്നെങ്കിൽ സെലക്ട് ചെയ്ത് വെരിഫൈ ചെയ്യാം, വ്യൂ ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്യാവുന്നതാണ്, വെരിഫൈർക്കും ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന ലൈസൻസ് എടുത്ത് നമ്മൾ വെരിഫൈ ചെയ്യുന്നു. ഇനി നിങ്ങൾ അപ്രൂവറുടെ ലോഗിനിൽ നിന്ന് എടുത്തിട്ട് ഇത് ഇവിടെ അപ്രൂവറുടെ ലോഗിനിൽ അപ്രൂവ് ചെയ്യുക. അപ്രൂവർക്കും ഇത് കാണാം, വേണം വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ചെയ്യാൻ കഴിയും. അപ്പം ഇത്രയാണ് നമ്മൾ പാസ്റ്റ് ഡേറ്റ എൻട്രിയിൽ ഉള്ള പ്രൊസീജിയർ. ഇനി നമ്മൾ ഒന്നുകൂടെ പറഞ്ഞാൽ ഇതിനകത്ത് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. ഒന്ന്, എന്താണ്, നമ്മൾ ബിൽഡിംഗ് നമ്പർ ആണെങ്കിൽ ബിൽഡിംഗ് നമ്പർ ആഡ് ചെയ്യണം. ലാൻഡ് ആണെങ്കിൽ ലാൻഡിന്റെ ഡീറ്റെയിൽസ് നൽകണം. അടുത്തത് നമ്മൾ കണ്ടിട്ട് ഏത് ടൈപ്പ് ബിസിനസ് ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് ചെയ്യണം. ഇവിടെ പെട്ടെന്ന് ഒന്നുകൂടെ പറഞ്ഞു പോകാം. നമ്മളിവിടെ പ്ലേസ് ഓഫ് സ്ട്രക്ചർ ലാൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സർവേ നമ്പർ കൊടുത്തിട്ട് അത് ചെയ്യാം. അപ്പം ഏതാണ് ബിൽഡിംഗ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഭൂരിപക്ഷം ബിൽഡിംഗ് ആയിരിക്കും. ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിംഗ് നമ്പർ നൽകുക. രണ്ടാമത് നേച്ചർ ഓഫ് ആക്ടിവിറ്റി, ഏതൊക്കെ ടൈപ്പ് ബിസിനസ് ആണ് എന്നുള്ളതിൽ ആ ബിസിനസ് ഡീറ്റെയിൽസ് മാത്രം നമ്മൾ നൽകുക. ആപ്ലിക്കന്റിന്റെ പേര് നൽകുക. ഈ മിനിമം ആയ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നൽകേണ്ടതുള്ളൂ. ഇത്രയും ഡീറ്റെയിൽസ് നൽകി കഴിഞ്ഞാൽ ആപ്ലിക്കന്റിന് ഈ പറയുന്ന അപേക്ഷ, നമ്മൾ ഇപ്പോൾ ചെയ്ത പാസ്റ്റ് ഡേറ്റ എൻട്രി ചെയ്ത അപേക്ഷ അവിടെ എടുക്കാൻ കഴിയും, ലഭ്യമാകും. നമുക്ക് അത് റിന്യൂവലിലേക്ക് തന്നെ പോകാം.